IMFുമായി ബന്ധപ്പെട്ട് മിഥുൻ പറഞ്ഞ കണ്ടൻഷൻ നോക്കൂ. നമ്മൾ പറയുന്നത് എന്താണ്, പറയുന്ന വിമർശനം എന്താണ്? IMFുമായി ബന്ധപ്പെട്ട് ഇപ്പം IMF എന്തുകൊണ്ട് പാകിസ്ഥാന് പണം കൊടുക്കുന്നു? പണം കൊടുക്കുന്നത് എക്കണോമിക്കലി ഡിസ്ട്രസ് ആയിട്ടുള്ള, മൊത്തത്തിൽ നശിച്ചു കിടക്കുന്ന പാകിസ്ഥാനെ തിരിച്ച് റിവൈവ് ചെയ്ത് അവിടെ എക്കണോമിക് സ്ട്രെങ്ത് മെച്ചപ്പെടുത്താനായിട്ടുള്ളതാണ് ചെയ്യുന്നത് ആണല്ലോ. ആ പൈസ ഇപ്പം കൊടുത്താൽ യുദ്ധത്തിനായി അവർ ഡൈവേർട്ട് ചെയ്യും, ഹെഡ് മാറ്റി ഉപയോഗിക്കും എന്നുള്ള ഒരു വലിയ കണ്ടൻഷൻ നമുക്ക് ലോകത്തിൻ്റെ മുന്നിൽ വ്യക്തമായി ഈ പറയുന്ന രാജ്യത്തുള്ളവരോട് പോലും പറയാൻ നേരെ പറ്റിയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ. അത് കൃത്യമായി നല്ല രീതിയിൽ അവതരിപ്പിക്കേണ്ടിയിരുന്നു, നമ്മുടെ ജനങ്ങളുടെ അടുക്കലെങ്കിലും അവതരിപ്പിക്കേണ്ടിയിരുന്നു. അതിനും കാര്യമുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ ജനങ്ങളും വിശ്വസിക്കേണ്ട കാര്യമുണ്ടല്ലോ. പിന്നെ ഇതിനകത്ത് അടുത്തൊരു പ്രശ്നം സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി പൊസിഷൻ എന്തായിരുന്നു, ഡിപ്ലോമാറ്റിക് പൊസിഷൻ എന്തായിരുന്നു? നമ്മൾ അപ്പർ ഹാൻഡിലാണ് നിൽക്കുന്നത്. അപ്പർ ഹാൻഡിൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ അപ്പുറത്തു നിന്ന് വരുന്ന സീസ് ഫയർ ഓഫർ നമ്മൾ എന്തിനു അക്സെപ്റ്റ് ചെയ്യണം? അതൊരു വലിയ ചോദ്യമല്ലേ. നോക്കൂ, ഉക്രൈനും റഷ്യയും തമ്മിൽ ഒരു മിലിറ്ററി പ്രശ്നം ഉണ്ടായിരുന്നപ്പം ഉക്രൈൻ സീസ് ഫയർ ഓഫർ ചെയ്തു, റഷ്യ അത് അക്സെപ്റ്റ് ചെയ്തില്ല. ബിക്കോസ് റഷ്യക്ക് അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്ന ഇന്ത്യയുടെ മിലിറ്ററി പൊസിഷനെ നമ്മൾ എന്തുകൊണ്ട് കോംപ്രമൈസ് ചെയ്തു, സീസ് ഫയറിലേക്ക് പോയി എന്നുള്ളതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? എനിക്ക് കിട്ടിയിട്ടില്ല. നോക്കൂ, അതിനൊരു കാരണം കാണും. സർക്കാരിന്, നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ ഡിഫൻസ് സിസ്റ്റത്തിന് ഒരു ആൻസർ കാണും. പക്ഷേ അത് കൺവിൻസിംഗ്ലി ജനങ്ങളുടെ മുന്നിൽ ലാൽകുമാറിൻ്റെയും മിഥുൻ്റെയും ഈ പറയുന്ന ജിൻഡോയുടെയും ഒക്കെ അടുക്കലേക്ക് ഇത് എത്തിയിട്ടുണ്ടോ? എന്തുകൊണ്ട് അങ്ങോട്ട് സീസ് ഫയർ? നമ്മൾ ഓരോ ദിവസത്തെ ബ്രീഫിങ്ങിനകത്ത് നമ്മൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞ ശേഷവും പുറകോട്ട് ഒറ്റയടിക്ക് മാറാൻ, അവരുടെ ഒരു ഒറ്റ ഓഫറിൽ നമ്മൾ പുറകോട്ട് പോകാനുള്ള കാരണം എന്ത് എന്ന് ഈ രാജ്യത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്തൊരു പോയിന്റ്, 3:35 PM അവിടുന്ന് ഓഫർ വന്നിരിക്കുന്നത്, അവിടുത്തെ മിലിറ്ററി ഹെഡിൻ്റെ ഓഫർ വന്നിരിക്കുന്നത്. 5 മണി തൊട്ട് സീസ് ഫയർ ആയി കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, 15 ദിവസം നമ്മൾ ചിന്തിച്ച് 15ാമത്തെ ദിവസം പെഹൽഗാമിനെ ഈ പറയുന്ന ആക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് കൊടുത്ത് നമ്മൾ കൺസിസ്റ്റൻ്റ്ലി അവരുടെ ടെററിസ്റ്റ് സ്പോട്ട് അടിച്ച് അറ്റാക്ക് ചെയ്ത് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തതിന് തിരിച്ച് റിറ്റാലിയേറ്റ് ചെയ്ത് നിന്നുകൊണ്ടിരുന്ന ഒരു വിഷയത്തിൽ, രാജ്യം മൊത്തം ഒന്നിച്ചു നിന്നൊരു വിഷയത്തിൽ എത്രയോ മണിക്കൂറുകൾ ഓരോ ദിവസത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പോയതിനെ 1 മണിക്കൂർ 25 മിനിറ്റ് കൊണ്ട് ഈ പെട്ടെന്ന് ഓപ്പറേഷൻ സീസ് ഫയറിലേക്ക് എത്തി. അവിടെ എന്ത് ചർച്ചയാണ് നടത്തിയത്? ആരാണ് ചർച്ച ചെയ്തത്? എന്ത് ലെവലിലാണ് ആ 1.5 മണിക്കൂറിൽ ചർച്ച ചെയ്തതെന്ന് അറിയാനുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ഫാക്ടർ നമ്മൾ ശ്രമിക്കുന്നുണ്ട്, നമ്മൾ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ചോദിക്കുന്നുണ്ട്. കാര്യം എന്തുകൊണ്ടാണ് മേളി പറഞ്ഞതിൽ എന്തുകൊണ്ട് ഈ സീസ് ഫയറിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 1 മണിക്കൂർ 25 മിനിറ്റ് കൊണ്ടെടുത്ത തീരുമാനത്തിന് നമുക്ക് ജസ്റ്റിഫിക്കേഷൻ കിട്ടും. എൻ്റെ രാഷ്ട്രത്തിൻ്റെ തലവൻ, എൻ്റെ പ്രധാനമന്ത്രി, BJP കോൺഗ്രസ് ഒക്കെ വിടൂ, എൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നോട് അല്ലെങ്കിൽ ഈ രാജ്യത്തോട് പറയേണ്ടതായിട്ടുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനൊരു ആക്ഷനിലേക്ക് നമ്മൾ അപ്പർ ഹാൻഡിൽ നിന്നിട്ടും എടുത്തു എന്നുള്ളൊരു ചോദ്യം വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്.